നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്, ഞാൻ സാധാരണയായി പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾക്ക് താഴെ അല്ലെങ്കിൽ വീഡിയോകൾക്ക് താഴെ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് വാട്സപ്പ് നമ്പർ മാത്രം കൊടുക്കുന്ന നോർമൽ കോൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത്? അങ്ങനെ കൊടുക്കാത്തത് ഉടായിപ്പായതുകൊണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ കൊടുക്കാത്തത് ഉടായിപ്പായതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങി സന്തുഷ്ടരായ നൂറുകണക്കിന് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവരൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാട്സപ്പ് നമ്പർ മാത്രം കൊടുക്കുന്നതിൻ്റെ കാര്യം ആവശ്യമില്ലാത്ത കോളുകൾ ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണ്ടിയിട്ടാണോ വേണ്ടാത്തതാണോ എന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ നോർമൽ കോൾ വിളിക്കാനുള്ള നമ്പർ തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ്. കോൾ വിളിച്ച് സംസാരിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ മാത്രം കൊടുക്കുന്നത് ഉടായ്പായതുകൊണ്ടല്ല, ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യാത്തത്? ക്യാഷ് ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യാത്തതിൻ്റെ കാര്യം, ഒരാളൊരു പ്രോഡക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നു. ഈ സാധനം അവിടെ ചെല്ലുമ്പോൾ ഇയാളെ വിളിച്ചാൽ ഇയാൾ ഫോൺ എടുക്കില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ വിഷയം, ഈ പ്രോഡക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറയും. ഇത് രണ്ടും നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കോൾ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ ഇത് ആർക്ക് ഡെലിവറി ചെയ്യും? ഇത് സാധാരണ നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പനികളെല്ലാം തന്നെ അവരുടെ ഓഫീസിലാണിത് സ്റ്റോക്ക് ചെയ്യുന്നത്. അത് അവിടെ ചെന്നിട്ട് വേണം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓഫീസിൽ വന്നതിന് ശേഷം നിങ്ങളെ വിളിച്ചിട്ടൊന്നും നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഡെലിവറി ചെയ്യും? അത് ഡെലിവറി ചെയ്യാൻ സാധിക്കാത്തത് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഡെലിവറി ചാർജ് നമ്മളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്ന് പറയുന്ന വിഷയം. ആ വിഷയത്തിലും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കൊറിയർ കമ്പനി തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കത് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോഴും ഈ സാധനം തിരികെ വരും. അങ്ങനെ വരുമ്പോഴും ഈ ഡെലിവറിക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വിൽക്കാനും പറ്റുകയില്ല, ഡെലിവറിക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യാത്തത്. ഇനി മറ്റൊന്ന്, നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ താഴെ വന്നിട്ട് ഈ പ്രോഡക്റ്റിന് ഇത്രയും വിലയില്ല, ഇത് ഈ വിലയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇടുന്ന ചില കമൻറ്റുകളാണ്. അത്തരം കമൻറ്റുകൾ ഇടുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. വിലക്കുറവിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ വാങ്ങിക്കുക. പക്ഷേ അത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വേണം വാങ്ങിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരാൾ എന്നോട് ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം വിളിച്ച് ചോദിക്കുന്നു. ഞാൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാകുകയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയത്? അപ്പോൾ അയാൾ പറയുന്നത് അയാൾ തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് പ്രോഡക്റ്റ് വാങ്ങിയത്. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയതിന് ഞാൻ ഉത്തരവാദിയാണോ? നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനമാണെങ്കിൽ ഞാനതിന് മറുപടി പറഞ്ഞാൽ പോരെ? നിങ്ങൾ മറ്റൊരു ഷോപ്പിൽ പോയിട്ട് വിലക്കുറവ് നോക്കി അവിടെ പോയി അത് വാങ്ങിയെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് അവരോടാണ് പറയേണ്ടത്, അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ടോക്ക് അവിടെ അവസാനിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടിട്ട് വിലക്കുറവ് നോക്കി ഓടിപ്പോയി അവിടെ നിന്ന് വാങ്ങിയാൽ അത് അവരുമായി തന്നെ ആ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ തീർപ്പ് വരുത്തേണ്ടതാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിന് എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളോട് വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾക്കാണ് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാകുക. മറ്റെവിടെങ്കിലും നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കാര്യം അവരുമായി തന്നെ നിങ്ങൾ സംസാരിച്ച് തീർക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളെ സമീപിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പം ഉണ്ടാകരുത്. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ കൃത്യമായി അവർക്ക് കിട്ടണം, അത് നല്ല രീതിയിൽ അവർക്ക് ഗുണപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.